അമ്മീ എങ്ങോട്ടേ ഓടുന്ന വേഗം വേഗം? ഇടത്താവളത്തിലെ ഒരു ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട്, അന്ന് കാണാൻ പോവാ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇടത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വെറ്റിയമ്മയുണ്ട്, ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ട്. അവരുടെ ഞങ്ങളുടെ അലമോനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഞങ്ങളങ്ങനെ എൻട്രൻസിനകത്തൂടെ കയറാണ് ആ കാഴ്ചകളെല്ലാം കാണാനായി ഗായ്സ്. അങ്ങനെ ഞാനും അമ്മ ഉള്ളിൽ വന്നു. കണ്ടില്ലേ, വെറ്റിയമ്മ ഇരിക്കുന്നുണ്ട്, അമ്മ എന്തോ പറയുന്നുണ്ട്. കണ്ടോ പക്ഷികളൊക്കെ പറക്കുന്ന കണ്ടോന്നിരിക്കുന്നു. ഓക്കെ, കണ്ടോ ഗായ്സ്, പറക്കുന്നുണ്ടോ? കണ്ടമ്മ എന്ത് രസമുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ പറക്കുന്നൊക്കെ കണ്ടിച്ചിരിക്കുന്നു ഗൈസ്. അകത്ത് ഭയങ്കരമായിട്ട് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീണ്ടും സൗണ്ട് അല്ലാണ്ട് കൊടുക്കുന്നത്. അപ്പം അലമും തുള്ളി തുള്ളി നടക്കുന്നു. അലു നിനക്ക് എന്നെ വേണ്ടേന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അവൻ എന്നെ ഒരുപാട് നാൾക്ക് ശേഷം എന്നെ കാണുന്നത്, അതുകൊണ്ട് എൻ്റെ അടുത്ത് അടുക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ പുറകെ പോയി നടക്കുമായിരുന്നു എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, മാളുവിനെ വേണ്ടേടാ നിനക്കെന്ന്. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമായിരുന്നു കാണാനൊക്കെ. പക്ഷെ ഇത് പുറത്ത് പോകാതെ ഭയങ്കര അല്ലേ. അലം പാമ്പിനെ കഴുത്തേടാൻ പോവാ. ഞങ്ങൾ അപ്പോഴത്തേനും ഓടി പാമ്പിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ഒരു സ്നേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ എന്താണെന്ന് ഓർക്കുന്നില്ല, മറന്നുപോയി ആ കാറ്റഗറിയുടെ. അങ്ങനെ ഞങ്ങൾ ആ പാമ്പിനെ കണ്ടു. ആളുടെ കയ്യിൽ ചുമ്മാ ഉറങ്ങുന്ന മാതിരി ഇരിക്കുന്നു. അപ്പം അയാൾ ചോദിച്ച് തുടർന്നു എന്നൊക്കെ ചോദിച്ചു. എന്നിട്ടൊരു കൊച്ചിനെ പേടിപ്പിക്കാൻ പോയി. ആ കൊച്ച് പേടിച്ച് അലർച്ച് ഓടുന്നുണ്ട് അതിനെ പേടിയുടെ. അപ്പോഴത്തേക്കിനും ഞാനും അലനും അപ്പോഴത്തേന് അവിടെ ഇഗ്വാനെ കണ്ടായിരുന്നു. ഇഗ്വാനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇതുണ്ടായിരുന്നു, മക്കാവിനൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ പിന്നെ ആളവിടെ പോയി നിന്നപ്പം ഇപ്പോഴാണ് ഗൈസ് ഒരു കാര്യം വരുന്നത്. ആരോ ഒരാൾ ചോദിച്ചു എന്നോട് പാമ്പിനെ തൊടുവോന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്തേമ്മ, ധൈര്യമായിട്ടങ്ങ് പോയിട്ടിട്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഐസായിട്ട് പോയിട്ട് തൊട്ട്. അലം പേടിച്ച് പറിച്ച് നിൽക്കാനോ ഞങ്ങൾ തള്ളിയൊക്കെ വിട്ടു. ഒത്തിരി വട്ടം അവളെ തള്ളി വിട്ടു. ചെല്ലടാ പോയി തൊടറാന്നേ. എന്നിട്ട് തൊടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഏതോ ഒരു ചട്ടൻ തൊട്ടു കാണിച്ചു. അപ്പം എനിക്കൊരു ഇഷ്ടം ഒന്ന് തൊട്ടാലോ എന്ന്. അങ്ങനെ നൈസായിട്ട് പോയി ഞാൻ എൻ്റെ തലയിൽ ആദ്യം തൊട്ടു. അപ്പോൾ കുഴപ്പമില്ല. അന്നേരം ഞാനിങ്ങനെ തൊട്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കൂടെ വേറൊരു അലനുണ്ടായിരുന്നേ. ആൾ തൊട്ടു, പക്ഷേ അതിൻ്റെ തലയിലല്ല, അതിൻ്റെ മേത്ത തൊട്ടെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് തലയ്ക്ക് പിടിക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ പറഞ്ഞു അത് കൊത്തുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ കാണിക്കുന്നുണ്ട് ഗൈസ്. അതിനെ എടുത്തിട്ട് തൊട്ട് കളിച്ചു ഞാനവിടെ, ഒരു പേടിയില്ലാണ്ട്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാതിരിക്കും അമ്മ ഓരോന്ന് പറയുന്നത്. അവൾ തൊട്ടു അവൾക്ക് പേടിയില്ല. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു അതൊക്കെ സിമ്പിളല്ലേ എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ അവിടെ പറയുന്നത്. അതിനുശേഷം അടുത്ത സെക്ഷനിൽ മക്കാവനെ പിടിക്കലാണ്. അതാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അടുത്ത സെക്ഷനിലോട്ട് ഞങ്ങൾ കടന്നു. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ, അവതാർ. അതിലെ സെറ്റ് തന്നെ കറക്റ്റ് അവതാർ സിനിമ എങ്ങനെ നമ്മൾ കാണുന്നു, ആ സീരീസ് എങ്ങനെ കാണുന്നു, കാർട്ടൂണ്, അങ്ങനെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മെയിൻ പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആ ക്യാരക്ടേഴ്സും പിന്നെ അവിടുത്തെ കുറച്ച് വൈൽഡ് ആനിമൽസും ആ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൽ ഉണ്ടായിരുന്ന കുതിര, അങ്ങനെയുള്ള കുറേ ക്രിയേച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു. അലനെ നിനക്ക് പറ്റിയ ആയുധം കേറിക്കോ. അലനിങ്ങനെ മരത്തിന്റെ ചോട്ടിലൊക്കെ പറയാനായിട്ട്. വെറ്റിയമ്മ എവിടെ പോയിക്കേ.
ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണ്ട. നമ്മൾ അങ്ങോട്ട് ഇനി അവതാർ സെറ്റിലോട്ട് പോകാൻ. അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ട് വയ്ക്കും, ഫ്രണ്ട് സൈഡിൽ തന്നെ. അതിങ്ങനെ എന്താണ് ഒരു മാസ്കാണ്. അപ്പം ഞാൻ പോയിട്ട് എൻ്റെ ഫ്രണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് തൊട്ട് കളിച്ചു. അത് കണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അകത്തോട്ട് ഓടിപ്പോയി, ആലിനെ ഓടുന്ന കണ്ടിട്ട്. ഇനിയുമാണ് ഗായ്സ് ആ കാഴ്ചകൾ. അങ്ങനെ വലിയ മഷ്റൂം കണ്ടോ അമ്മ? മഷ്റൂം, ഈ മഷ്റൂം നമ്മൾ എടുത്താൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കറിക്കുണ്ട് അല്ലേ ഗായ്സ്? ഇതായിരുന്നു ആനിമേഷനിലെ കുറേ ക്യാരക്ടേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു ക്യാരക്ടറാണ് ഇതാണ്ടായിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പേര് ഞാൻ പറഞ്ഞു. എല്ലാവരും അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആ വലിയ മഷ്റൂമിൻ്റെ അടിയിലും ഒക്കെ നോക്കിയിട്ട് കണ്ട ഇതൊരു ക്യാരക്ടറാണ്, പക്ഷെ ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. അവതാറിലെ ഏതൊക്കെയോ ക്യാരക്ടേഴ്സ്, അവരുടെ അവതാർ കാർട്ടൂൺ നമ്മൾ ആ സീരീസ് കാണുമ്പോൾ എന്തൊക്കെയാണോ അതിലുള്ളത് അതെല്ലാം ഇവിടെ കൊണ്ടുവരാനായിട്ട് അവർ ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. അതിലെ ആനിമൽസ് കാര്യങ്ങൾ, അവരുടെ കുതിര, അങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ അമ്മ കണ്ടിട്ടുണ്ടോ ആ സീരീസ്? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? നമുക്കപ്പം അമ്മേനെ ഞാൻ ആ കാർട്ടൂൺ കാണിച്ചു തരാമേ. അവതാർ എന്ന് പറയുന്ന ഒരു കാർട്ടൂണാണ്. അതിനകത്തെ കുറെ സാധനങ്ങളാണ്. കണ്ടില്ലേ ഗായ്സ് അവതാർ നിൽക്കുന്നത്? അതിൻ്റെ പുറകിൽ ആ ട്രീക്ക് ഒരു സ്പെഷ്യാലിറ്റി ഇല്ലായിരുന്നു ഗായ്സ്. അതെന്തായിരുന്നെന്ന് അറിയാവുന്നവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് തോന്നുന്നത് അത് എനർജി അവർക്ക് നൽകിക്കൊണ്ടിരുന്ന ട്രീ അതായിരുന്നെന്ന് എൻ്റെ ഒരു തോന്നൽ. കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഗായ്സ്. എന്തായാലും പറയണേ നിങ്ങൾ, ശരിയാണോ എന്ന്. ഇത് കഴിഞ്ഞുള്ള എല്ലാ സെക്ഷൻസും മീനുകളായിരുന്നു ഗൈസ്. മീനുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ, എല്ലായിടവും മീൻ മാത്രം. ഒന്നേ പിടിച്ചോണ്ട് പോവാം, മറക്കാം. ഒരു കറിക്ക് നല്ല നമുക്ക് എല്ലാവർക്കും ഉള്ള സദ്യക്കുണ്ട്. കുഷിയുടെ കൂട്ടുള്ള സാധനം അപ്പുറത്തെ ആർച്ച. ഒരു വർക്കൊക്കെ ഉണ്ടോ? ഒന്ന് വെച്ചിട്ട് എല്ലാവരും വെള്ളത്തിനടിയിൽ ഈലെന്ന് പറയും. നമ്മുടെ വലിയ സൈഡിലുണ്ട് ഇത്ര നീളം. പാമ്പിന്റെ മാവല്ലേ ഇത്? ഇത് ഈല്
ഇതിനെ കാണിച്ചു പാമ്പിന് വാ പോലെ കിടക്കുന്നത് ഈ ഈല് കരണ്ടടിപ്പിക്കുന്ന ഈലിന്റെ വേറെ അത് ഗ്ലാസ് അപ്പൊ ഇതെല്ലാം കിട്ടുന്നുണ്ടോ? ഇത് കിട്ടുന്നുണ്ടോ? വീഡിയോ ചേച്ചി ചേച്ചി ഏവലിനെ കണ്ടോ? പറയില്ലേ ചേച്ചി ഏവലിനെ പറയിട്ടുണ്ട്. അവിടെ പോയി അതിനെ ഒരു ചെറിയ മീനെ കണ്ടോ? തിന്നായിട്ട് കൊടുത്താൽ രക്ഷപ്പെട്ട് നിൽക്കും. അത് നോക്ക് കണ്ടോ? അതെന്തോ ഭാഗ്യത നിൽക്കാം. മോനെ നിന്നെ എപ്പോഴാ വെട്ടിലാക്കുന്നത് നോക്കിയാൽ മതി. അങ്ങനെ അമ്മ മീനെ കണ്ട് വരുന്നു. ഞാൻ അപ്പുറത്ത് ഓടിപ്പോയി ഗൈസ്. ഞാനിപ്പോൾ മിററിനകത്തൂടെ വരുന്ന കണ്ടോ നിങ്ങൾക്ക് ഗൈസ്? കണ്ടോ ഗൈസ്? ഹായ് ഞാൻ പറയാം അപ്പുറത്തുനിന്ന് ഓടി വാ വേഗം വാ എന്ന് പറയുന്നുണ്ട് ഇവിടെ കിടന്ന്. ബിക്കോസ് അവരിതുവരെയായിട്ട് വന്നിട്ടില്ല ഗൈസ്. ഞങ്ങൾ അപ്പുറത്ത് ചെന്നു, ഞാനും അലനും ചേട്ടനും ഒക്കെ അപ്പുറത്ത് ചെന്നു. ഇവർ വരുന്നില്ല. ഈ പെണ്ണുങ്ങൾ എല്ലാം കൂടെ അകത്ത് നിൽക്കുക മീനെ കണ്ടുകൊണ്ട്. അമ്മ എന്താ കാണുന്നേ? അടിപൊളി. അവിടെ ഒരു മത്സ്യന്മാരുടെ എന്തോ ഒരു സംഭവമാണ്. ഫുള്ള് മീനാണ് കാവല്. കടലിനുള്ള കൊട്ടാരം, കടലിൻ്റെ അകത്തിലെ കൊട്ടാരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു പ്രസൻറ്റേഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് വന്ന സ്ഥലമായിരുന്നു ഇത്. ഇതിന് ശേഷം മൊത്തം സ്റ്റാളുകളായിരുന്നു പല ഷോപ്പിൻ്റെ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. അപ്പം ബൈ ഗായ്സ്. ബൈ ബൈ.